ഹലോ, അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്ക് നമ്മൾ കട്ട്ലറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകണേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അതിന് വേണ്ടി ആദ്യം തന്നെ ബോൺലെസ് പീസിൻ്റെ കുറച്ച് പീസുകൾ എടുത്തിട്ട് ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുക്കറിൽ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങും ചിക്കനും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലാണ് ഇടേണ്ടത്. അതൊന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് നമ്മളൊരു സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പില ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കും. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറും ഗരം മസാലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് നല്ലപോലെ ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ഒന്ന് മാഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തൊന്ന് തണുക്കാൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കും. കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മുട്ട ബീറ്റും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ മസാല ഒന്ന് റൗണ്ട് ഷേപ്പിൽ പരത്തിയിട്ട് ആദ്യം മുട്ട ഒന്ന് മുക്കിയെടുത്തിട്ട് പിന്നെ അത് റസ്കിൻ്റെ പൊടിയിലേക്കാണ് ഇട്ട് കൊടുക്കണേ. നല്ലോണം കോട്ട് ചെയ്യണം. വേണമെങ്കിൽ ഡബിൾ കോട്ടും ചെയ്യാം. വീണ്ടും മുട്ടയിൽ മുക്കി റസ്കിൽ തന്നെ മുക്കിയാൽ മതി. അങ്ങനെ എല്ലാ കട്ട്ലറ്റും സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഈ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് കൊടുക്കണം. ഓൾറെഡി വെന്ത സാധനങ്ങളായതുകൊണ്ട് ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ അടിപൊളി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.